നമസ്കാരം. ഒരു പ്രദേശത്തൊരു ഭ്രാന്തനുണ്ടെങ്കിൽ ആ ഭ്രാന്തൻ ചിന്തിക്കുന്നത് എനിക്ക് മാത്രം ബുദ്ധിയുണ്ട്, ഞാൻ മാത്രമാണ് ഇവിടെ നല്ല രീതിയിൽ ചിന്തിക്കുന്നത്, എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഈ പ്രദേശത്തെ മറ്റുള്ള ആളുകളൊക്കെ ഭ്രാന്തന്മാരാണ്, പൊട്ടന്മാരാണ്. അങ്ങനെയാണ് ഈ ഭ്രാന്തൻ ചിന്തിക്കുന്നത്. ലോകം ഇപ്പോൾ അത്തരമൊരവസ്ഥയിലാണ്. ഒരു ഭ്രാന്തനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. ഈ ഭ്രാന്തൻ തുടർച്ചയായി ഭ്രാന്ത് വിളിച്ചു പറയുന്നു, കണ്ണിൽ കണ്ടവരെയൊക്കെ ആക്രമിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ ഒരു രാത്രി പോയി പിടിച്ചു കൊണ്ടുവരുന്നു, വെനസ്വലയുടെ ഭരണാധികാരിയെ. അതുപോലെ മറ്റു ചില ആളുകളെയും ആക്രമിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ച് ഇവർ ഇറങ്ങി പുറപ്പെടുന്നു. ശക്തമായ തിരിച്ചടി കിട്ടുന്നു. തിരിച്ചടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭ്രാന്തൻ പറയുന്നു, ഞങ്ങൾ ആ രാജ്യത്തെ പൂർണ്ണമായും കീഴടക്കി, അവിടെ ഞങ്ങൾ ഭരണമാറ്റം കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതും തിരിച്ചടിയാകുന്നു. അതായത് സ്വന്തം നാട്ടിൽ ഇയാളുടെ കസേര ഒട്ടും ഉറപ്പില്ലാത്തൊരു കസേരയായി മാറുന്നു. ഈ കസേര എപ്പോൾ വേണമെങ്കിലും തെറിക്കാമെന്നുള്ള ഒരവസ്ഥ ഉണ്ടാകുന്നു. ഈ ഭ്രാന്തന്റെ ബന്ധുക്കൾ പോലും അവിടെ തെരുവിലിറങ്ങുന്നു. വീണ്ടും പറയുന്നു, ശത്രു രാജ്യത്തെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ ഒന്നും നിലനിൽക്കുന്നില്ല, അത് ഞങ്ങൾ പൂർണ്ണമായും തകർത്തു എന്ന് പറയുന്നു. മിസൈൽ സിറ്റികൾ ഞങ്ങൾ തകർത്തു എന്ന് പറയുന്നു. പറഞ്ഞ് നാക്ക് വായിലിട്ടിട്ടില്ല, അതിനു മുമ്പേ തിരിച്ചടി കിട്ടുന്നു. ഏറ്റവും അവസാനം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും താറുമാറായി എന്ന് ഈ പൊട്ടൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഭ്രാന്തൻ പറയുമ്പോൾ, ഈ ഭ്രാന്തന്റെ യുദ്ധവിമാനങ്ങൾ, പേരുകേട്ട യുദ്ധവിമാനങ്ങൾ, അത് ഇവർ തകർത്ത് തരിപ്പണമാക്കുന്നു. എത്രയോ യുദ്ധവിമാനങ്ങളാണ് ഈ കഴിഞ്ഞ 2 ദിവസത്തിനകം തകർത്ത് കളഞ്ഞത്. ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, തദ്ദേശീയമായി അവർ വികസിപ്പിച്ചെടുത്ത അവരുടെ ആയുധങ്ങൾ, ഉപരോധങ്ങൾക്കിടയിൽ, സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിൽ അവർ ഒരുപാട് ആയുധങ്ങൾ നിർമ്മിച്ചു രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി, ഇത്തരത്തിലുള്ള ശത്രുക്കളുടെ കടന്നുകയറ്റത്തെ ചെറുക്കുന്നതിനു വേണ്ടി. അതേസമയം ആ ഭരണാധികാരികളും അവിടുത്തെ സൈനിക മേധാവികളും ഒക്കെ അവർ സ്വന്തമായി അവർ കിടന്നുറങ്ങിയിരുന്നത് ചെറിയ കൂരകളിലാണ്. അവരെന്നും ജനങ്ങൾക്കിടയിലാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. പേടിച്ചു ബങ്കറിൽ ഒളിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ആ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് റഷ്യയിലാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങൾ ഇവർ പ്രചരിപ്പിച്ചു. ഈ കഴിഞ്ഞ ദിവസം അവിടുത്തെ പരമോന്നത നേതാവിന്റെ ഒരു ദൃശ്യം അവർ തന്നെ പുറത്തുവിട്ടു. ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. യുദ്ധമായതുകൊണ്ട് ചില സുരക്ഷാ മുൻകരുതലുകൾ അത് എടുക്കേണ്ടത് കൊണ്ട് അദ്ദേഹത്തെ പുറത്ത് കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അതിലപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഈ ദൃശ്യങ്ങൾ അവർ പുറത്തുവിടുകയാണ്. എന്തായാലും ഇപ്പോൾ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ഇവർ തന്നെ ഒരു രാജ്യത്തെ ആക്രമിച്ചു, ഇപ്പോൾ ഇവർ വെടിനിർത്തൽ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. തിരിച്ചടി ശക്തമായപ്പോഴാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപനമൊക്കെ ഉണ്ടായത്. ആദ്യം 48 മണിക്കൂർ, അതിനുശേഷം 5-6 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 45 ദിവസത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. എന്നാൽ ഒരു വെടിനിർത്തലിനും തൽക്കാലം തയ്യാറല്ല എന്ന നിലപാടിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഉറച്ചു നിൽക്കുകയാണ്. അതായത് ശാശ്വതമായിട്ടുള്ള ഒരു വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് വേണമെങ്കിൽ കടക്കാം, ഞങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടം നിങ്ങൾ വെക്കണം, അതിന് തയ്യാറാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ലോകം ഒരു പ്രശ്നവുമില്ലാതെ പോയിരുന്ന ഒരു സമയത്താണ് ഈ ഭ്രാന്തനും പൊട്ടനും ഒക്കെ ചേർന്ന് ഈ രാജ്യത്തെ ആക്രമിക്കാൻ ഒരുങ്ങിയത്. ഇതിന്റെ ഭവിഷ്യത്ത്, ഇതിന്റെ പ്രത്യാഘാതം ലോകം മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പവുമില്ലാതെ കടന്നുപോയിരുന്ന ഹോർമുസ് കടലിടുക്ക് ഇന്ന് ഇറാൻ ഭാഗികമായി അടച്ചിരിക്കുകയാണ്. അവിടെ ടോൾ പിരിവിനൊരുങ്ങുകയാണ്. എന്തായാലും ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് തുറന്നാൽ യുദ്ധം അവസാനിപ്പിക്കാം എന്ന് യുദ്ധം തുടങ്ങിയ ആളുകൾ പറയുന്നുണ്ട്. അതൊന്നും കേൾക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ അതിശക്തമായ തിരിച്ചടികൾ ഇവരിങ്ങനെ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിലെ ഹൈഫയിലേക്ക് ഇവിടെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 4 ആളുകൾ കൊല്ലപ്പെട്ടു എന്ന ഒരു സ്ഥിരീകരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ മണിക്കൂറിൽ നടന്ന ആക്രമണത്തിലാണ് 4 ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്. നിരവധി ആളുകൾ അവിടുത്തെ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലാണ്. അതുപോലെ ബഹ്റൈനിൽ തുടർച്ചയായി ഇവിടെ ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് അമേരിക്കൻ സൈന്യം അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഇറാഖിൽ അവരെ പൊടി പോലും കാണാനില്ല. പഴയ അനിസ്പ്രയുടെ പരസ്യത്തിന്റെ ഒരവസ്ഥയാണ്. അതായത് ഒരു പാൽപ്പൊടിയുടെ പരസ്യം, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നൊരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഇതേ അവസ്ഥയിലേക്ക് UAE-യിലും അതുപോലെ തന്നെ സൗദി അറേബ്യയിലും ഒക്കെ അമേരിക്കൻ സൈന്യം എത്തിയിരിക്കുന്നു. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരു ഭാഗത്തുകൂടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ട്രംപ് വരുമ്പോൾ, മറുഭാഗത്തുകൂടെ ഇറാനെ എങ്ങനെ കീഴ്പ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള ചിന്തകളും ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ അത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ ഇറാൻ ഒരു ചർച്ചയും ഇവരുമായിട്ടില്ല. പാകിസ്ഥാൻ മധ്യസ്ഥത റോള് വഹിക്കാൻ അവർക്ക് കഴിയില്ല, അവർക്ക് അത്തരത്തിലൊരു വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല എന്ന് ഇറാൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ഭ്രാന്തനെ മാറ്റി നിർത്തിക്കൊണ്ട് 40ഓളം രാജ്യങ്ങൾ
ചർച്ച നടത്തി, ഒരു മീറ്റിംഗ് നടത്തി. അതായത് ഹോർമുസ് കടലിടുക്ക് വിഷയം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നടത്തിയത്. അമേരിക്കയെ മാത്രം മാറ്റി നിർത്തി, അല്ലെങ്കിൽ ഇസ്രായേലിനെ മാറ്റി നിർത്തി, അവരുമായി ബന്ധപ്പെട്ട് അവരാണ് ശരി എന്ന് പറയുന്ന ആളുകളെയും മാറ്റി നിർത്തി. ബാക്കിയുള്ള രാജ്യങ്ങൾ ചേർന്നാണ് ഇവിടെ മീറ്റിംഗ് നടത്തിയത്. എന്തായാലും ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും അവരോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളും അല്ലാത്ത മറ്റുള്ള ആളുകൾക്കൊക്കെ ഈ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകാമെന്നുള്ള നിലപാടിൽ ഇറാൻ എത്തിയിരിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ വിജയം അവകാശപ്പെടുന്നു, ഭ്രാന്ത് വിളിച്ചു പറയുന്നു, തെറി വിളിക്കുന്നു. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കിയാലും തിരിച്ചടിക്ക് അവർ ഒരു കുറവും വരുത്തുന്നില്ല. ഇപ്പോഴും തിരിച്ചടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അധികം വൈകാതെ തന്നെ അടുത്ത മണിക്കൂറുകളിൽ അമേരിക്കക്ക് ഒരു സർപ്രൈസ് കൊടുക്കുമെന്ന് കൂടെ ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ ചൊവ്വാഴ്ച ഇവിടെ ഇറാനെ ദഹിപ്പിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ അതിനു മുമ്പേ ഞങ്ങൾ നിങ്ങൾക്ക് കരുതി വെച്ച ആ സർപ്രൈസ് തരുമെന്നാണ് ഇറാൻ പറയുന്നത്. എന്താണ്, എവിടെ വെച്ചാണ് കാര്യങ്ങൾ അവസാനിക്കുക എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. ഈ ഭ്രാന്തനെ ഒന്നുകിൽ ചങ്ങലക്കിടണം, ലോകം ഒറ്റക്കെട്ടായി അതിന് നിൽക്കണം. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ഈ ഭ്രാന്തനെ ചങ്ങലക്കിടുകയാണെങ്കിൽ ഇറാൻ അങ്ങനെ സഹകരിക്കുന്ന ആളുകളുമായി അവരുമായി ഒരു കൂട്ടുകെട്ടുണ്ടാക്കാം, അവരുമായി ഒരു ചർച്ച നടത്താം എന്ന നിലപാടിലാണ് ഇറാൻ നിൽക്കുന്നത്. ഒന്നുകിൽ ഈ ഭ്രാന്തൻ കീഴടങ്ങണം, ഭ്രാന്തനെ ചങ്ങലക്കിടണം. അതല്ലെങ്കിൽ യുദ്ധം തന്നെ, നമുക്ക് മുന്നോട്ട് പോകാം, ഞങ്ങളെ ദഹിപ്പിക്കാൻ വന്നാൽ മേഖല മൊത്തത്തിൽ ഞങ്ങൾ ദഹിപ്പിക്കും എന്ന് ഇറാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇറാനിലെ പാലങ്ങളും അതുപോലെ തന്നെ ഇവിടെ പവർ പ്ലാന്റുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ആക്രമിച്ചു തകർക്കുമെന്നാണ്. എന്നാൽ അതേ രീതിയിൽ തന്നെ തിരിച്ചടി ഉണ്ടാകും എന്ന നിലപാടിലാണ് ഇറാൻ നിൽക്കുന്നത്. അധികം വൈകാതെ ഈ ഒരു തിരിച്ചടി ട്രംപിന്റെ നാട്ടിലുമെത്തും എന്നുകൂടെ ഇറാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.